തൗഫീഖ്, അതായത് പിന്നിൽ നിന്ന് കുത്തിയത് കോൺഗ്രസ്സുകാരാണ്. അതാണല്ലോ എപ്പോഴും കേരള കോൺഗ്രസിലുള്ള പ്രശ്നം. എപ്പോഴും അവർ ഉന്നയിക്കുന്നത് അതാണ്. ഞങ്ങൾ പുറത്തു പോയവരല്ല, ഞങ്ങളെ പുറത്താക്കിയതെന്നാണ് എന്ന് പറയുന്നത്. പുറത്തു പോകാൻ നിർബന്ധിതരാക്കി എന്നാണ് റോഷി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷ, അത് അവരുടെ റോഷി അഗസ്റ്റിന്റെ അടക്കമുള്ള ആളുകളുടെ വാദമാണ്. അത് പൂർണ്ണമായി ശരിവെക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് ഈ കേരള കോൺഗ്രസ് പൂർണ്ണ തൃപ്തരാണോ അല്ലയോ എന്നുള്ളത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള വാർത്തകളുണ്ട്. ഈ അടിസ്ഥാനപരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ കേരള കോൺഗ്രസ് പങ്കാളിയായിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ, ആ സർക്കാരിനെതിരെ കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളിൽ തന്നെ വലിയ രീതിയിൽ എതിർപ്പുണ്ടായി, വലിയ രീതിയിൽ ഒരു ധ്രുവീകരണം ഉണ്ടായി, വലിയ വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടായി എന്നതിന്റെ തെളിവല്ലേ മഞ്ജുഷേ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ യു.ഡി.എഫിന് വലിയ മുന്നേറ്റവും വലിയ മെച്ചപ്പെട്ട പ്രകടനവും നടത്താൻ സാധിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ അടിവരയിട്ട് പറയേണ്ട സാഹചര്യമില്ല. ഇവിടെ വളരെ കൃത്യമാണ്. എന്താണ് കേരള കോൺഗ്രസ് എമ്മിലെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ യു.ഡി.എഫ് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട്. യു.ഡി.എഫിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റിസൾട്ട് ശരിവെക്കുകയാണ്. സാധാരണ പ്രവർത്തകരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ കേഡർമാരുടെ മനസ്സ് അതെപ്പോഴും യു.ഡി.എഫിനൊപ്പമാണ് എന്നത് ഈ ഘട്ടത്തിലൂടെ നമുക്ക് അടിവരയിട്ട് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിനോടൊപ്പം മഞ്ജുഷ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് കൂടി വ്യക്തത വരുത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ വിസ്മയം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിനെ മാത്രമാണ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ കടന്നുവരവ് മാത്രമാണ് എന്ന് തരത്തിൽ അങ്ങ് ചിത്രീകരിക്കരുത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങളൊക്കെ അങ്ങ് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോവുകയല്ലേ. ഇവിടെ ഐഷ പോച്ചി CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. വനിതാ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. 3 തവണയിലധികം എന്റെ അറിവ് ശരിയാണെങ്കിൽ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിൽ എത്തിയ ആളാണ്. CPM-ന്റെ നിലപാടുകൾ, CPM-ന്റെ പ്രവർത്തികൾ, CPM-ന്റെ ചെയ്തികൾ, ജനദ്രോഹ നിലപാടുകൾ, സമീപനങ്ങൾ, ആ സമീപനങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് അവർ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക്, കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ CK ജാനുവിന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. PV അൻവറിന്റെ പാർട്ടി, PV അൻവറിന്റെ സഹപ്രവർത്തകരും ഒക്കെ കോൺഗ്രസിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ യു.ഡി.എഫിനൊപ്പം എത്തുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലൊക്കെ അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞില്ല. നിങ്ങളല്ലേ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇവിടെ കേരളത്തിലെ പല രാഷ്ട്രീയ ഇന്ന് നിങ്ങളുടെ നേതാവ് പാണക്കാട് ഈ ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾക്ക് മൗനി ബാബയെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF-ഉം BJP-യും മാറി ജമാഅത്ത് ഇസ്ലാമി എന്ന 100 വട്ടം മന്ത്രം എഴുതിയിട്ടല്ലോ. എന്ത് റിസൾട്ടാ കേരളത്തിലെ ജനങ്ങൾ നൽകിയത്? എന്ത് റിസൾട്ടാ കേരളത്തിലെ ആര് പറഞ്ഞു എന്നാണ്? ശരി, തൗഫീഖ് ഒന്ന് എത്തൂ. നിങ്ങൾ ബഹളം വെക്കാതെ, ഇത് ഞാൻ പറഞ്ഞതല്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല എന്ന് നിങ്ങളുടെ നേതാവ് പാണക്കാട് തങ്ങൾ ഇന്ന് പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞതല്ല. നിങ്ങൾ അത് പാണക്കാട് വിളിച്ചു ചോദിക്കുക, അങ്ങനെ പറഞ്ഞു എന്നിട്ട് പറ. നമുക്ക് ഈ ചർച്ചയിലേക്ക് വന്നാൽ ഷോൺ ജേക്കബ് ജോർജ് ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ, ഇതിൽ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഒക്കെ ഒരേ മനസ്സോടുകൂടി പാർട്ടിയിൽ നിൽക്കുന്നയാളാണ് എന്ന്. അദ്ദേഹത്തിന് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ഇത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള റീഡിംഗ് തെറ്റാറില്ല എന്നാണ്. കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് മുഴുവൻ ഭ്രാന്താണോ? കേരളത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മുഴുവൻ ഭ്രാന്താണോ? ഇവിടെ ഈ ചർച്ച സെൽഫ് ജനറേറ്റഡ് ആയിട്ട് ഇങ്ങനെ കഥ വരുന്നു. ആ കഥയുടെ പുറത്ത് ഇത്രയും വലിയ വിശദീകരണം കൊടുക്കുന്നു. ചർച്ച നടന്നു എന്നും അതിൽ പാളിച്ചകൾ സംഭവിച്ചു എന്നും ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ജേക്കബ് ജോർജ് മാത്രമാണോ അങ്ങനെ? ജേക്കബ് ജോർജ് എനിക്ക് താങ്കൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോൺ ജോർജ് പറഞ്ഞതിനൊപ്പമാണ്. പക്ഷേ കേരള കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും പിളർപ്പും ചരിത്രം ഞാൻ പറഞ്ഞു. ഞാനൊരു 30 വർഷമായിട്ടെങ്കിലും ഞാനിത് കണ്ടോണ്ടിരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ കേരള കോൺഗ്രസിനെ അറിയാവുന്ന ജേക്കബ് സാറ്, അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായി പറയുന്ന ഒരാളാണ്, ഗംഭീരമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. പിന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലും അദ്ദേഹം കേരള കോൺഗ്രസ് അനുഭാവിയാണെങ്കിൽ പോലും കേരള കോൺഗ്രസ് അനുഭാവി എന്ന നിലയിലല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങേറ്റം അദ്ദേഹം ഞാൻ പറയട്ടെ, ഞാൻ ജോസ് കെ മാണി എന്ന് വിളിക്കുമ്പോൾ ജോമോനെ എന്ന് വിളിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ
അപ്പൊ ആ വലിയ ആത്മബന്ധം ആ പാർട്ടിയോട് സൂക്ഷിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിലയിരുത്തലല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഇത് പിടരരുതേ. കേരള കോൺഗ്രസിലെ പൂഞ്ഞാറിലെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ, PC ജോർജ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നത് ജോർജ് കുട്ടി എന്നാണ്, സ്നേഹപൂർവ്വം കേട്ടോ. ഞങ്ങൾ അത്രയ്ക്ക് വലിയ കൂട്ടാ. അല്ല, അതിന് എനിക്ക് അത്രയും സാറിനോട് ബഹുമാനമുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് സ്നേഹിക്കുന്ന ഏത് സാധാരണക്കാരനും ഇത് പിളരരുത് എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, സാർ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പിളരുമെന്ന് എനിക്ക് തോന്നലില്ല. അത് പിളരുമെന്ന് ഷോൺ ജോർജെ അല്ല, പിളരാതിരിക്കും, അത് ഇനിയെങ്കിലും അത് ഇനി പിളർന്ന ഇല്ല സാറേ. ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ്സുകാരായിട്ട് ജനിച്ചവരാ. അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളില് ഈ പറയുന്ന നേതൃത്വങ്ങളോടും അവരുടെ ആശയങ്ങളോടും ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു കാലത്ത് നമ്മുടെ മേഖലയും നമ്മുടെ നാടിനെയും നമ്മുടെ ജനവിഭാഗത്തെയും പ്രദാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, മന്നത്ത് പത്മനാഭൻ തിരുവുറത്ത് പേരിട്ട് നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ആഗ്രഹമുള്ള ഒരു പഴയ കേരള കോൺഗ്രസ്സുകാരനാണ് ഞാൻ. അതുകൊണ്ട് പറയും ഇനി പിളർന്നാലില്ല. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ഏത് പക്ഷത്താണ്? ഇപ്പോൾ ഷോൺ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്കിതിനകത്ത് രണ്ടിലും കുറച്ച് സത്യമുണ്ട്. അതായത് നേരിട്ട് VD സതീശൻ ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ KPC നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ടോ മാണി ഗ്രൂപ്പുമായിട്ട്, ജോസ് കെ മാണിയുമായിട്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ സഭ വഴിയും അതിൻ്റെ ഏജൻറ്റുമാർ വഴിയും വേറെ ചില വ്യക്തികൾ വഴിയും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഷോൺ പറഞ്ഞത് സത്യം തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം രണ്ടാണ്. ഒന്ന്, UDFനകത്തേക്ക് മാണി ഗ്രൂപ്പ് വരുന്നെങ്കിൽ ഒരു ചെറിയ വിസ്മയമാണ് ഇലക്ഷന് മുമ്പായിട്ട്. ഇനി വന്നില്ലെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് താഴെ തട്ടിൽ, പ്രത്യേകിച്ച് ഒരു 25 മണ്ഡലങ്ങളിലെ ഇപ്പം 2 DCC അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളല്ലേ ഇപ്പം ഷോൺ ജോർജ് പറഞ്ഞു. അതിനേക്കാൾ കൂടുതലായി ഷോൺ പറഞ്ഞു 10 ജില്ലാ കമ്മിറ്റികൾ റോഷി വിഭാഗത്തിനൊപ്പവും 4 ജോസ് കെ മാണിക്കൊപ്പം. ഞാൻ പറയുന്നത് ഒരു 25ഓളം പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്സിന് വല്ലതും ബേസുള്ള സ്ഥലങ്ങളിലെ മണ്ഡലം കമ്മിറ്റിയിലുള്ള ഭാരവാഹികൾ വരെ ഇപ്പോൾ അപ്പുറത്തേക്ക് UDFിലേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരിക്കലും ഈ മുറവിളി നിർത്തിക്കൊണ്ടിരിക്കില്ല. അവരിത് തലവല പോലെ തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് താഴെ തട്ടിൽ പ്രവർത്തകരും അണികളും കോൺഗ്രസിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ് ആ കേരള കോൺഗ്രസ് മാണി വരുന്നതിനെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ, അവർ യോജിക്കുന്നില്ല. അവർക്കത് വേണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് അവർ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ കുറേശ്ശെയായിട്ട് കോൺഗ്രസിലേക്ക് ചേർത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഇടുക്കി ആയാലും പത്തനംതിട്ട ആയാലും കോട്ടയം ആയാലും എറണാകുളം ആയാലും ആ പ്രദേശങ്ങളിലെ വോട്ടിംഗ് ട്രെൻഡ് നോക്കിയാൽ, ഞാൻ നോക്കിയിട്ട് ഒരു 1-2 സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ LDFന് മേൽക്കോയ്മയുള്ളതില്ല. ഞാൻ പറഞ്ഞ ഉടുമ്പൻചോല എന്ന് പറഞ്ഞാൽ 196 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ 1190ൻ്റെ വ്യത്യാസമാണ്. ആ 2 സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം 3000, 4000, 5000, 6000 ഒക്കെ UDFിലേക്ക് പോകാൻ ഏറ്റവും വലിയ ആഗ്രഹമുള്ള MLA ചങ്ങനാശ്ശേരി MLA അത് കൂടുതലായി വരാൻ വഴിയുള്ളൂ. കാരണം ഈ അസംബ്ലി ഇലക്ഷന് കുറച്ചുകൂടെ ടൈറ്റ് ഫൈറ്റ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭൂരിപക്ഷമൊക്കെ കൂടുതലല്ലാതെ കുറയുമോ എന്ന് നമുക്ക് സംശയമാണ്, പ്രത്യേകിച്ച് കോട്ടയത്തിലേക്ക്. MS വേണുഗോപാൽ, ഞാനൊരു കാര്യം പറയട്ടെ. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോട് പിണങ്ങി PT ചാക്കോയുടെ പേരിൽ ചാക്കോയോട് കോൺഗ്രസ്സുകാർ കാണിച്ച അനീതിക്കെതിരെ പടപുരുതി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്ന കോൺഗ്രസ് MLAമാർ തുടങ്ങിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. എന്നും കോൺഗ്രസ് വിരോധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ. ശരി സാർ പറയൂ. അതിൻ്റെ അകത്ത് അതിൻ്റെ അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത്, ദ ബേസിക് തോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് വിരോധമാണ്. അതാണ് ഈ മധ്യതിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് വരുന്നതിന് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ 5-ൽ 5, ആകെ 5 സീറ്റ്, ആ 5 സീറ്റും അതൊരു ക്രിസ്ത്യൻ ബെൽറ്റാണ്. അവിടെ 5-ൽ 5 സീറ്റും ഇടതുപക്ഷത്തിന് കിട്ടി. തിരുവല്ല കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.